കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച താരമാണ് മമ്മൂട്ടി. അതിൽ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് കളങ്കാവൽ. എന്നാൽ പുതുവർഷത്തിലെ സിനിമയെക്കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് പങ്കുവച്ച പോസ്റ്റർ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷമായി മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ചതും അതേസമയം വ്യത്യസ്തതയുമാർന്ന സിനിമകൾ സമ്മാനിച്ച ഒരു താരമായിരുന്നു മമ്മൂട്ടി. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് കളങ്കാവൽ എന്ന സിനിമ. ക്യാരക്ടർ റോളുകളിൽ നിന്നും മാറിയൊരു സിനിമയിലേക്കാണ് പുതുവർഷത്തിൽ മമ്മൂട്ടി ഇപ്പോൾ കിടക്കുന്നത്. മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ടീമിന്റെ സിനിമയാണിത്. ആക്ഷന് പ്രാധാന്യമുള്ള പടമായിരിക്കും ഇതെന്നാണ് കരുതപ്പെടുന്നത്. കളങ്കാവലിന് ശേഷം 200 കോടി ക്ലബിൽ ഇടം നേടാൻ മമ്മൂട്ടിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 2025 അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് പങ്കുവച്ച പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ക്യാപ്റ്റൻ ടൈറ്റിലെ എമ്മിനൊപ്പം അറിയാലോ മമ്മൂട്ടിയാണ് എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. ഒപ്പം പുതുവത്സര ആശംസകളും അറിയിച്ചിട്ടുമുണ്ട്. ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി കഴിഞ്ഞു. 2026 മമ്മൂട്ടിയുടേതാണെന്നാണ് പലരും കമന്റുകളായി കുറിക്കുന്നത്. ഒപ്പം സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആവേശവും ആരാധകർ പങ്കിടുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല രാമ, കളികൾ തുടരാൻ ഇരിക്കുന്നതേയുള്ളൂ, എജാതി കത്തിക്കലൈറ്റം, ഇനി കണ്ടോ അടിയുടെ ഇടിയുടെ വിടിയുടെ പൊടിപ്പൂരം, ഇതൊരു ഒന്നൊന്നര പൊളി പൊളിക്കും എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ. മാർക്കോ, കാട്ടാളൻ എന്നിവയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന മൂന്നാമത്തെ ചിത്രം കൂടിയാണിത്. നിയോഗ്, സുഹാസ്, ഷർഫു എന്നിവർ ചേർന്നാണ് രചന. ടിക്കി ടാക്കയ്ക്ക് ശേഷം നിയോഗ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത്. കളങ്കാവൽ എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി ഒടുവിൽ റിലീസ് ചെയ്യപ്പെട്ട പടം. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഒരു ക്രൈം ത്രില്ലർ ഡ്രാമയാണ്. വിനായകനായിരുന്നു ചിത്രത്തിൽ നായക വേഷം കൈകാര്യം ചെയ്തത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.